ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ഒരു വൈൻ ഉണ്ടാക്കാൻ പോകുക ക്രിസ്മസിനായിട്ട്. ലക്ഷ്മി ചേച്ചി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് വ്ളോഗിൽ ഉണ്ടാക്കിയിട്ടതാണ് ബീട്രൂട്ട് ഇഞ്ചി ഇങ്ങടെയും കൂടിയുള്ള. അപ്പം എനിക്കും അത് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ നല്ല കളർഫുള്ളും. അപ്പം ഞാനും വിചാരിച്ചു അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പം ലക്ഷ്മി ചേച്ചി ഒത്തിരി താങ്ക്സ്. ലക്ഷ്മി ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവാറും ചേച്ചിയുടെ റെസിപ്പി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ചാനലിൽ നിന്നിപ്പോൾ ഞാൻ ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാൻ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി താങ്ക്സ് ലക്ഷ്മി ചേച്ചി. അപ്പം ചേച്ചിയുടെ അനുഭവത്തോടെ ഞാൻ ഇന്നങ്ങ് തുടങ്ങട്ടെ. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് തന്നെ ഞാൻ അയച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നോക്കട്ടെ, എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാനിനി ഇഞ്ചി ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുപോയിട്ട് എന്നിട്ട് അത് നമുക്ക് അരിച്ചെടുത്ത് അതിൻ്റെ ഊറാൻ വെക്കണമല്ലോ. എന്നിട്ട് പിന്നെ തുടങ്ങാലോ എന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ ആദ്യമേ ഒന്ന് അതങ്ങ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ഇഞ്ചി അരച്ചു കൊണ്ടുവന്നു. അപ്പം നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ശരിക്കും അതിൻ്റെ കൊന്ത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇനി ഊറാൻ വെക്കണം. എന്നിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിന് ഒത്തിരി ചണ്ടിയുണ്ട്, കൊഴുപ്പ് പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പം അതെല്ലാം കളഞ്ഞ് തെളിവെള്ളം എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കൊടുത്ത് ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നാരങ്ങയുടെ തൊലി എടുത്ത് വെച്ചു. പട്ട, ഗ്രാമ്പു, ഇഞ്ചി നീരെടുത്ത് വെച്ചു. മൂന്ന് നാരങ്ങയുടെ നീരുണ്ട്. ബീട്രൂട്ട് എന്ന് വെച്ചാൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒരു വലുതും ഒരു ചെറുതും. അപ്പോൾ അത് കാരണം 250 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് എല്ലാം കൂടെ അതനുസരിച്ച് ചെയ്യാം. കാരണം കുറച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ വലുതായിട്ട് ചെയ്ത് നോക്കണ്ട, കറക്റ്റ് ആവുകയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് വെച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാണാമേ. ഇതിപ്പോൾ 8 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. 8 കപ്പ് വെള്ളമാണിത്, ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം. അപ്പം അതിനകത്തേക്ക് അത് വെള്ളം തിളച്ചു തുടങ്ങി. അപ്പം അതിനകത്തേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ വറ്റൽമുളക്, പിന്നെ നാരങ്ങയുടെ പീല്, ചെറുനാരങ്ങയുടെ പീലിങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നല്ലതായിട്ട് തിളച്ചു തുടങ്ങി, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തിള വന്ന് നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും കൂടെ ഇടാമേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല പട്ടയുടെ എല്ലാം കൂടെ നല്ല മണം വരുന്നേ. നന്നായിട്ട് ഇനി തിളക്കട്ടെ. ഇത് ശരിക്കും തിളച്ചുകൊണ്ടിരിക്കുന്നു, തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഈസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഈസ്റ്റും കൂടെ ഇട്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഇതായി വരട്ടെ, ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ഇഞ്ചി നീരങ്ങ് ഒഴിക്കാമേ. നല്ല ഭംഗി, അതിൻ്റെ അടി കണ്ടോ, നല്ല വെളുത്ത അതിൻ്റെ മട്ടി. ഇതിനി നമുക്ക് ആവശ്യമില്ല, ഇത് കളയാമെന്ന്. ഇനി നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് സിമ്മിൽ കുറച്ച് സമയത്തേക്ക് ഒരു മീഡിയത്തിൽ ഇട്ടേക്കാം. നല്ല തിള വന്നു. ഇനി ഇതിൻ്റെ ആവശ്യമുള്ള പഞ്ചസാര 2 കപ്പ് വേണ്ട, ഞാൻ നോക്കട്ടെ. 1.5 കപ്പ് 1.25 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കൂടി മധുരം ഒത്തിരി വേണ്ടല്ലോ വൈനിന്. ഇപ്പോൾ ഒരു 1.25 കപ്പ് ഞാൻ ഇട്ടു, ഇത് മതിയാവും. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ.
നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിള വന്നു. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഇനിയിപ്പോൾ നമുക്കൊന്ന് സിമ്മിലേക്ക് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് മീഡിയത്തിൽ കിടക്കട്ടെ. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇത് അതിൻ്റെ മണമൊന്നും പോകാതെ അടച്ച് ഏതായാലും ഒരു മീഡിയത്തിൽ കിടക്കട്ടെ. ഒരു 15 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. കേട്ടെ, ഇതെല്ലാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈസ്റ്റൊക്കെ ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല കളറാണ്, മുന്തിരിയേക്കായാലും നല്ല കളറുണ്ട് ഇതിന് ശരിക്കും. ഇനി 3 നാരങ്ങയുടെ നീരാട്ടോ, 3 നാരങ്ങയുടെ നീര്, 3 നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കും. ശരിക്കും ഇളക്കി. ഇതിപ്പോൾ സമയം 7:15. ഇനി നാളെ രാത്രി വൈകിട്ട് 7:15 ഇത് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ബോട്ടിലാക്കാം. ഇനി ഇതെല്ലാം ഇട്ട് ഇളക്കി ചേർത്തു. ഇനി ഇത് നമ്മൾ നാളെ വൈകുന്നേരമേ തുറക്കത്തുള്ളൂ, അടച്ചങ്ങ് വെക്കാൻ പോവുക. അപ്പം നാളെ വൈകിട്ട് 7:15 ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത് വയ്ക്കും, അടച്ചു വയ്ക്കും. നമ്മുടെ വൈൻ അരിച്ചെടുക്കേണ്ട സമയമായി. അപ്പം നമുക്കത് നോക്കാം. സൂപ്പർ, നന്നായിട്ട് പൊളിച്ച് നന്നായിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊരു നല്ലൊരു പ്രത്യേക ഒരു മണം വരുന്നു. ഇനി നമുക്ക് അരിച്ചെടുക്കാം. എല്ലാം വെള്ളമൊക്കെ തുടച്ച്, വെള്ളമൊന്നും ഇല്ലാത്ത പാത്രമാണ്. ശരിക്കും ബീറ്റ്റൂട്ടൊക്കെ എല്ലാത്തിൻ്റെയും കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അതെല്ലാം ലൈറ്റ് കളറായി, ഇങ്ങനെ കളറെല്ലാം വെള്ളത്തിലേക്ക് പിടിച്ചു. വറ്റൽമുളകായി മേളിൽ കിടക്കുന്നു. നല്ല കളറ്. ബീറ്റ്റൂട്ട് വൈൻ്റെ നമുക്ക് ടേസ്റ്റ് നോക്കാമേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ വൈനാണ്. ഇതുപോലെ 2 ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വൈൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല വൈനാണ്. ബീറ്റ്റൂട്ടിൻ്റെതായ വേറെ ടേസ്റ്റുകളൊന്നുമില്ല. ബീറ്റ്റൂട്ടാണെന്ന് അറിയത്തേ ഇല്ല. ഇതൊരു ഗ്രേപ്പ് വൈൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ അതുപോലെയൊക്കെ തോന്നുന്നേ, അറിയുന്നില്ല. അപ്പോൾ നമുക്കിത് ബീറ്റ്റൂട്ട് ആകുമ്പോൾ വലിയ ചിലവില്ല, അതുപോലെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. ഇത് ഇന്നലെ ഇട്ടു, ഇന്ന് ഞാൻ എടുത്തു. ഇനി ഇരിക്കുന്തോറും ഇതിന് നല്ല വീര്യം കൂടുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുണ്ട്, കുറേ ദിവസം വെച്ചേർന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കിട്ടി. ഇത്രയും 2 ബീറ്റ്റൂട്ടും കൊണ്ട് ഇത്രയും വൈൻ കിട്ടി. ഇത് നമുക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ് ശരിക്കും. അത് ഇത്ര ആയല്ലോ. അതുമല്ല ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. ഇന്നലെ ഇട്ടു, ഇന്ന് അരിച്ചെടുത്തു. ഇനി ഇരിക്കുന്നതോറും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും എന്നാണ് പറയണേ. പക്ഷെ ഇപ്പോൾ ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതായിട്ട് ചെയ്യാം. ഇപ്പം എല്ലാവരും ഇത് ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണേ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ്.